അല്ല ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലോങ് ഫ്രഞ്ച് നോട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രഞ്ച് നോട്ട് നമ്മൾ ഇതുപോലത്തെ ഫ്രഞ്ച് നോട്ട് പഠിച്ചു. ഇപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ എത്ര ലെന്ത് വേണോ അതനുസരിച്ച് ഇപ്പോൾ ഇത്ര ചെറിയൊരു ലെന്ത് കൊടുത്ത് നമ്മൾ ഇതാക്കി, അതിൽ വലിയൊരു ലെന്ത് വേണമെങ്കിൽ അത് കൊടുക്കാം. സോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതല്ലേ, ഇത് ഇച്ചിരി ലോങ് ആയിട്ട്, ഇത് ഇച്ചിരി ഷോർട്ടായിട്ട്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഫ്രഞ്ച് നോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് ഫ്ലവേഴ്സിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യാൻ ഈ വർക്ക് നമ്മൾ മെയിനായിട്ടും ഫ്ലവേഴ്സിലൊക്കെ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ ത്രെഡ് എടുക്കുക. ഇപ്പോൾ ത്രെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് മാക്സിമം 3 ചുറ്റ് വരെ കൊടുക്കാം. ഞാനിവിടെ 2 ചുറ്റാണ് കൊടുക്കുന്നത്. 1 2 പിന്നെ ചുറ്റിയിട്ട് നമുക്ക് എത്ര ലെന്താണ് വെച്ച് അത്രയും ലെന്തിൽ നമ്മൾ ഈ നീഡിൽ കുത്തി താഴേക്ക് വലിക്കാം. വലിക്കുന്നതനുസരിച്ച് ഈ ത്രെഡ് വളരെ സോഫ്റ്റായിട്ട്, അതായത് വളരെ സോഫ്റ്റായിട്ട് താഴേന്ന് വലിച്ചെടുക്കാവും. അല്ലെ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഫ്ലവറുകൾ നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ എംബ്രോയ്ഡറി വർക്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ ലോങ് ഫ്രഞ്ച് നോട്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ ഒരു എത്ര ലെന്ത് നിങ്ങൾക്ക് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ലോങ് ഫ്രഞ്ച് നോട്ട് തയ്ക്കാൻ പറ്റും. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ലോങ് ഫ്രഞ്ച് നോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ലോങ് ഫ്രഞ്ച് നോട്ട് ഇത് വളരെ എല്ലാ ഫ്ലവേഴ്സിനും ഇത് യൂസ് ചെയ്യുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഗോഡ് ബ്ലെസ് യു.